നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് ഞാൻ എടുക്കാൻ പോകുന്ന റിലേഷൻഷിപ്പ് ക്വസ്റ്റ്യൻ ഇന്ന് നമുക്ക് നോക്കാൻ പോകുന്നത്, നിങ്ങൾ എന്താണ് ഈ പേഴ്സണിനെ കുറിച്ചും നിങ്ങളുടെ സിറ്റുവേഷനെ കുറിച്ചും അറിയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, യൂണിവേഴ്സ് എന്താണ് കാണിച്ചു തരുന്നത് നമുക്ക് നോക്കാം. വേറെ കാര്യം, നമ്മൾ മാനിഫെസ്റ്റേഷൻ്റെ വീഡിയോസൊക്കെ ഞാൻ മെമ്പർഷിപ്പിൽ ഇടുന്നുണ്ട്. സോ പ്ലീസ് ജോയിൻ ചെയ്യാൻ ശ്രമിക്കാം. ഞാൻ ആദ്യം അത് സെക്കൻഡ് ലെവലിൽ മാത്രമായിരുന്നു വെച്ചത്, ബട്ട് ഞാൻ ഫസ്റ്റ് ലെവലുകാർക്കും ഞാനത് ഷെയർ ചെയ്യുന്നുണ്ട്. സോ പ്ലീസ്, ഓക്കെ, ബെനിഫിറ്റ് നിങ്ങൾ എടുക്കാൻ ശ്രമിക്കാം. ഓക്കെ, കാരണം ഒരു എനർജി എക്സ്ചേഞ്ച് ആവശ്യമാണ്, അത് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, സോ ചില കാര്യങ്ങൾ നമ്മൾ കർമ്മ എന്നൊക്കെ പറയും. ഓക്കെ, സോ എനിവേ, താല്പര്യമുള്ളവർ മെമ്പർഷിപ്പ് ജോയിൻ ചെയ്യാം. അതിൽ ഞാൻ മാനിഫെസ്റ്റേഷൻസ് ഇടുന്നത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾ യൂസ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് നേടാൻ പറ്റും. ആൻഡ് അതിലും ഞാൻ വേറെയും ചില കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്, റിലേഷൻഷിപ്സിനെ കുറിച്ച്, അങ്ങനെയൊക്കെ പലതും. ഓക്കെ, സോ കാണാൻ ശ്രമിക്കാം. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യൂ. ആൻഡ് എനിവേ, ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓക്കെ നമുക്ക് നോക്കാം. നിങ്ങൾ ഈ പേഴ്സണിനെ കുറിച്ചും നിങ്ങളുടെ പേഴ്സണിനെ കുറിച്ച്, അതായത് നിങ്ങൾ എന്തെങ്കിലും അറിയാൻ മനസ്സിലാക്കാൻ ഉള്ള രീതിയിൽ നമുക്ക് നോക്കാം. നിങ്ങളുടെ ബന്ധത്തിനെ കുറിച്ച് എന്നല്ല, ആ പേഴ്സണിൻ്റെ മനസ്സിലെന്താണ്, അല്ലെങ്കിൽ അവരെ എന്തെങ്കിലും സ്വഭാവങ്ങൾ, ക്യാരക്ടർ, ആൻഡ് നിങ്ങൾ ഈ സിറ്റുവേഷനെ കുറിച്ചും, ഇപ്പോഴത്തെ നിങ്ങളുടെ സിറ്റുവേഷൻ റിലേഷൻഷിപ്പിൽ അതിനെക്കുറിച്ചും നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. എന്താണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നോക്കാം. വാട്ട് യു നീഡ് ടു നോ. ഓക്കെ, High Priestess, Four of Wands, Nine of Pentacles, Reverse, Three of Cups, Eight of Pentacles, Eight of Swords ഉണ്ട്. സോ ഇവിടെ ഓക്കെ, ഫസ്റ്റ് തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത്, നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് അറിയാം. ഓക്കെ, നിങ്ങളുടെ ബന്ധത്തിനെ കുറിച്ച്, നിങ്ങളെക്കുറിച്ചൊക്കെ അവർ ഒരുപാട് മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇത് ഞാൻ അവരെക്കുറിച്ചാണ് പറയുന്നത്, ഇതിൽ എഴുതിയതൊന്നും നമ്മൾ കാര്യമാക്കണ്ട കേട്ടോ. ഓക്കെ, ഞാൻ അത് എഴുതി വന്നത് എന്തോ ആയിക്കോട്ടെ, നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് നമ്മൾ പറയുകയാണ്. സോ യെസ്, നിങ്ങളുടെ പേഴ്സൺ പല കാര്യങ്ങളും അവർ തിരിച്ചറിയുന്നുണ്ട്. എന്ന് മാത്രമല്ല, നിങ്ങളോടൊരു അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നു എന്ന രീതി കൂടിയാണ് അവർക്ക് തോന്നുന്നത്. നിങ്ങൾ ഒരുപാട് ഒരു സ്പിരിച്വൽ പേഴ്സൺ ആണ്, അല്ലെങ്കിൽ നിങ്ങളെ ഒരു ഹൈ ലെവലിൽ കാണുന്നു, നിങ്ങളോടൊരു അട്രാക്ഷൻ തോന്നുന്നു എന്ന രീതിക്കാണ്, നിങ്ങളോടൊരു അടുപ്പം ഫീൽ ചെയ്യുന്നുണ്ട് എന്ന രീതിക്കാണ്, നിങ്ങൾ പലതും മനസ്സിലാക്കുന്നുണ്ട് എന്നും അവർക്ക് തോന്നുന്നുണ്ട്. ആൻഡ് ഇവിടെ പേഴ്സണും ഓക്കെ കാര്യങ്ങൾ കുറേ മനസ്സിലാക്കുന്നുണ്ട്. അവരും സ്പിരിച്വലി ചില അവയർനെസ് അവർക്ക് വരുന്നു എന്ന രീതി കൂടി ആയിരിക്കാം. ആൻഡ് അവർ മനസ്സിൽ അവർ കുറേ കാര്യങ്ങൾ അവർ അടക്കി വെക്കുന്നുണ്ട് എന്ന രീതിക്കുണ്ട്. ഓക്കെ, അതായത് അവർ ഫീലിങ്സിനെ കുറിച്ചായിരിക്കാം. ഓക്കെ, അവർ ചില കാര്യങ്ങൾ അവർ മനസ്സിൽ ഉള്ളിൽ വെക്കുന്നുണ്ട് എന്നാണ്. ഇവിടെ നിങ്ങളുമായിട്ട് അഗൈൻ അവർ ആഗ്രഹിക്കുന്നത് ഒരു Four of Wands ആണ്. സോ യെസ്, നിങ്ങളുമായിട്ടൊരു ഫ്യൂച്ചർ, വളരെ പോസിറ്റീവായിട്ടൊരു ഫ്യൂച്ചർ അവർ ആഗ്രഹിക്കുന്നു. ഓക്കെ, കുറച്ച് പേർക്ക് പേഴ്സൺ മാരീഡ് ആയിരിക്കാം. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പ്, അതായത് അവർ മാരീഡ്, നിങ്ങൾ മാരീഡ്, അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടാവും. പേഴ്സൺ മാരീഡ് ആയിരിക്കാം. സോ ഇവിടെ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഒരു ഈവൻ മാരീഡ് ആണെങ്കിൽ പോലും അവരുടെ മനസ്സിൽ നിങ്ങളുമായിട്ടും ഒരു സ്റ്റേബിൾ ആയിട്ട് റിലേഷൻഷിപ്പ് വേണം എന്ന രീതിക്ക് അവർ ചിന്തിക്കുന്നുണ്ട്. അതിപ്പോൾ മാരേജ് ആവണം, കമ്മിറ്റഡ് ആവണം നിർബന്ധമില്ല. ബട്ട് നമ്മൾ പറയില്ലേ, ഒരു പരസ്പരം മനസ്സിലാക്കി അണ്ടർസ്റ്റാൻഡിങ്ങോടെ നല്ലൊരു ബന്ധമായിട്ട് വേണം എന്നവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ കുറച്ച് പേർക്ക് മേ ബി നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ഇപ്പോൾ ഫൈനാൻഷ്യലി അവരെന്തെങ്കിലും സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവാം. അവർക്ക് തോന്നുന്നുണ്ടാവും ദാറ്റ് അവർ പോരാ എന്ന രീതിക്ക് അവർക്കൊരു ഫീലിംഗ് ഉണ്ട്. ദാറ്റ് മേ ബി നിങ്ങളുടെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് അവരെക്കാൾ കൂടുതലാണ്, നിങ്ങൾ നല്ല രീതിയിൽ ഇരിക്കുന്നു, ജീവിക്കുന്നു, അവർക്ക് അത്ര പോരാ എന്ന് തോന്നുന്നുണ്ടാവാം. അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഫൈനാൻഷ്യലി എന്തെങ്കിലും പ്രശ്നങ്ങൾ, എന്തെങ്കിലും കടങ്ങൾ, കാര്യങ്ങൾ, ലോണ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. സോ അങ്ങനെ കുറച്ചൊരു അത് അവർക്ക് ഫൈനാൻഷ്യലി എന്തെങ്കിലും സ്ട്രഗിൾസ് ഇപ്പോൾ നടക്കുന്നുണ്ടാവും അവരുടെ ലൈഫിൽ. ആൻഡ് Three of Cups ഉണ്ട്, സെലിബ്രേഷൻ, ജോയ്. മേ ബി അവരുടെ ലൈഫിൽ ഇപ്പോൾ അവർ മേ ബി ചില കാര്യങ്ങൾ, പല ഫംഗ്ഷൻസൊക്കെ ചിലവരുടെ വീട്ടിൽ ഇപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടാവാം, അതിലൊക്കെ അവർ ബിസിയാണ് എന്ന രീതിക്കുമായിരിക്കാം. കാരണം ഇവിടെ 8 of Pentacles ഉണ്ട്. സോ കുറച്ച് പേർക്ക് നിങ്ങളുടെ പേഴ്സൺ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു, അവരുടെ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന രീതിക്കാണ്. ആൻഡ് മാത്രമല്ല, മേ ബി അവരുടെ ലൈഫ് ഇപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷൻസ് അവരുടെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ അവർ ബിസിയാണ് എന്ന രീതിക്കായിരിക്കാം. കുറച്ച് പേർക്ക് മേ ബി ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്, അവർ ഫ്രണ്ട്സുമായിട്ട് എന്തെങ്കിലും സെലിബ്രേഷൻസ് അങ്ങനെയൊക്കെ ആയിരിക്കാം. ഫ്രണ്ട്ഷിപ്പ് പാർട്ടീസ് ഒക്കെയാണ് എനിക്ക് കാണുന്നത്. സോ മേ ബി നിങ്ങളുടെ പേഴ്സൺ ഫാമിലിയൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ, ചിലപ്പോൾ മേ ബി അങ്ങനെ കുറച്ച് സെലിബ്രേഷൻസ് നടക്കുന്നുണ്ടാവും, അവരുടെ വീട്ടിൽ എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാം. സോ ഇതൊക്കെ അവരുടെ സിറ്റുവേഷൻസ് ആണ് ഞാൻ പറയുന്നത്. ഓക്കെ, എല്ലാവർക്കും മാച്ച് ആവണമെന്നില്ല. ഓക്കെ, ചിലത് നിങ്ങൾക്ക് മാച്ച് ആവും, ചിലത് വേറെ വ്യക്തികൾക്കായിരിക്കാം.
ഓക്കെ. പിന്നെ കുറച്ച് ഫ്രണ്ട്സൊക്കെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കും. ഓക്കെ. നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ഫ്രണ്ട്സുമായിട്ട് കറങ്ങുക, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്സ് അവർക്ക് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഫ്രണ്ട്സിന് നിങ്ങളെക്കാൾ കൂടുതൽ കുറച്ച് ഫ്രണ്ട്സിന് വാല്യൂ കൊടുക്കുന്ന വ്യക്തികളായിരിക്കും. ഓക്കെ. സോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടാവാം. എൻ്റെ എവിടെയോ വർക്കിൽ ഫോക്കസ് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്, ഫൈനാൻസിൽ ഫോക്കസ് ചെയ്യുന്നത്, ബിക്കോസ് ഓൾറെഡി ഫൈനാൻസ് ഇഷ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞു. സോ മേ ബി അവരെവിടെയോ ഫൈനാൻഷ്യൽ അല്ലെങ്കിൽ അവർ കരിയറിലൊക്കെ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അവർ വർക്ക് കുറച്ച് എങ്ങനെയെങ്കിലുമൊക്കെ ഫൈനാൻഷ്യലി ബെറ്റർ ആവണം എന്നുള്ള ചിന്തയായിരിക്കാം. അതിൻ്റെ ഇവിടെ സ്റ്റക്കായിട്ടും കാണും, സ്റ്റക്ക് റിവേഴ്സ് ആണ്. ഓക്കെ. എന്തെങ്കിലും സിറ്റുവേഷനിൽ അവർ പെട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്ത് വരണം എന്നൊരു ചിന്തയും അവർക്കുണ്ട്. ഇത് നിങ്ങളെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഓക്കെ. മനസ്സിലാക്കുക, അവരെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ, ഇതിൽ ചിലത് നിങ്ങൾക്ക് മാച്ച് ആവാം. മേ ബി ഒരുപാട് അവനവൻ്റെ ഇമേജിനെ കുറിച്ച് ചിന്തിക്കുന്ന വ്യക്തികളായിരിക്കും. എനിക്ക് പെട്ടെന്ന് തോന്നിയത് പറയാണ്. അവർക്ക് അതായത് എല്ലാവരെയും മുമ്പിൽ അവർ ഫൈനാൻഷ്യലി ഞാൻ വളരെ നല്ല നിലയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എന്നൊക്കെ ചിലപ്പോൾ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ടാവാം, ഓവറായിട്ട്. ഓക്കെ. കാരണം ഇവിടെ ഫ്രണ്ട്സ് പാർട്ടി എല്ലാം കൂടി കാണുമ്പോഴും ചിലപ്പോൾ ആ ഒരു വൈബ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലവർ കുറച്ച് ആ ഒരു അങ്ങനത്തെ ഒരു നേച്ചറുള്ള വ്യക്തികളായിരിക്കാം. കാണിച്ച് നടക്കുക എന്ന് പറയില്ലേ, എന്താ പറയുക, പുറമേ ഒരു കാണിക്കൽ അല്ലേ, ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവാം. നിങ്ങളുടെ മുമ്പിലും പറഞ്ഞു വന്നപ്പോൾ നിങ്ങളുടെ മുമ്പിലും മേ ബി അവർ കാണിക്കുന്നുണ്ടാവും ദാറ്റ് എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട്, ഞാൻ ഓക്കെയാണ്, ഞാൻ വളരെ അങ്ങനെയൊക്കെ ചിലപ്പോൾ കാണിക്കുന്നുണ്ടാവും. എനിക്ക് ഒരുപാട് പേരുണ്ട് എൻ്റെ ലൈഫിൽ, അല്ലെങ്കിൽ ഞാൻ എല്ലാം കൊണ്ടും ഓക്കെയാണ് എന്നൊക്കെ ചിലപ്പോൾ കാണിക്കുന്നുണ്ടാവാം. ഓക്കെ. അതൊക്കെ പക്ഷേ ഇതാണ് ഞാൻ പറഞ്ഞ പോലെ ഷോ ആണ്. ഓക്കെ. ഇവിടെ 10 of swords ഉണ്ട്, റിവേഴ്സ്, അപ്രൈറ്റ് ആണ്. 10 of swords, 6 of swords, 9 of wands, ടെമ്പറൻസ്. ഓക്കെ. നിങ്ങളുടെ ഏസ് ഓഫ് സോർഡ്സ് റിവേഴ്സ്, ഹയറോഫന്റ് റിവേഴ്സ് ആൻഡ് 6 of Pentacles റിവേഴ്സ്. ഓക്കെ. ഇവിടെ നിങ്ങളെക്കുറിച്ച് കുറച്ച് വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾ തമ്മിലൊരു എൻഡിങ് കാണുന്നുണ്ട് എനിക്ക്. ഓക്കെ. അതായത് എൻഡിങ് എന്ന് പറയുമ്പോൾ കുറച്ച് പേർക്ക് ടോട്ടൽ സെപ്പറേഷൻ ആയിരിക്കാം, കുറച്ച് പേർക്ക് ടോട്ടലി വിട്ടുപോയി കാണാം. സംസാരമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ എവിടെയോ അതൊരു ലൈക്ക് ഓൺ ആൻഡ് ഓഫ് ആയിരിക്കും. ഓക്കെ. വല്ലപ്പോഴും ഒന്ന് സംസാരിച്ചു എന്ന രീതിക്കായിരിക്കാം. ഇവിടെ എവിടെ ഒരു ബാക്ക് സ്റ്റാബിങ് എനർജി ഉണ്ട്, ഒരു പെയിൻഫുൾ എൻഡിങ് എന്ന രീതിക്കാണ് കാണുന്നത് നിങ്ങളുടെ തമ്മിൽ. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്ത രീതിക്കായിരിക്കാം. ഓക്കെ. അഗെയിൻ ഇവിടെ നമ്മളൊരു തേർഡ് പാർട്ടിയുടെ സിറ്റുവേഷൻ കൂടി പറയാം. കുറച്ച് സീക്രറ്റ്സ് ഉണ്ട് അവരുള്ളിൽ എന്ന് പറയാം. അത് തേർഡ് പാർട്ടി അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്സ്, കുറച്ച് ഒരു എൻജോയ്മെൻറ്റ് എന്ന രീതിക്ക്. ഓക്കെ. എൻജോയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അത് ഒരു സീരിയസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന രീതിക്കല്ല, പക്ഷേ വേറെ അവർക്ക് ചില കാര്യങ്ങളുണ്ട്. ഓക്കെ. ഫാമിലി ഉണ്ട് ഒരു ഭാഗത്ത്, യെസ്, അതുമുണ്ട്. സോ ഇവിടെ നിങ്ങളുടെ അടുത്ത് നിന്ന് ഇപ്പോൾ മൂവ് ഓൺ ചെയ്യുന്ന ഒരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. ഓക്കെ. മേ ബി അവർ ഒന്ന് ശാന്തമാവാൻ ശ്രമിക്കുന്നതായിരിക്കാം. ഓക്കെ. നിങ്ങൾ തമ്മിലൊരു എൻഡിങ് വന്നിട്ടുണ്ടെങ്കിൽ അവർ മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുന്ന പോലെയാണ് കാണുന്നത്. ഓക്കെ. ആൻഡ് ഇവിടെ അഗൈൻ ഞാൻ പറഞ്ഞു, ജോലിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്, സ്വന്തം കാര്യത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. അഗൈൻ ഇവിടെ ആ ഒരു എനർജിയാണ് എനിക്ക് വരുന്നത്. മേ ബി നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സെപ്പറേഷൻ്റെ എനർജിയിൽ അവരും അവരുടെ ലൈഫ് എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന പോലെയാണ്. പക്ഷേ അവർക്ക് വിഷമമില്ല എന്നല്ല, അവർക്ക് വിഷമമുണ്ട്. ഓക്കെ. ആൻഡ് ഇവിടെ അത് ഞാൻ നിങ്ങളുടെ ഫീലിങ്സ് ആയിട്ട് എടുക്കാം. ആൻഡ് ഇവിടെ എനിക്ക് കാണുന്നത് കുറച്ച് നിങ്ങളോട് ഒരു ഡിസ്റ്റൻസ് വെക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അഗൈൻ ടോട്ടൽ എൻഡിങ് ആയിരിക്കാം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഡിസ്റ്റൻസ് വെക്കുന്നതായിട്ടും കാണുന്നുണ്ട്, ഒരു ബൗണ്ടറി വെക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ സംസാരം ഉണ്ടെങ്കിൽ തന്നെ ഒരു ബൗണ്ടറി വെക്കുന്നുണ്ട്. അവർ ഒരുപാട് അടുത്ത് ആ ഒരു അടുപ്പം കാണിക്കാത്ത രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഓക്കെ. നിങ്ങൾ തമ്മിൽ ആ ഒരു എനർജി ഇപ്പോൾ വളരെ സ്റ്റേബിൾ അല്ല എന്ന് പറയാം. ആൻഡ് ഇവിടെ ടെമ്പറൻസ് യെസ്, പക്ഷേ എവിടെയോ അവർ സ്വയം ഒന്ന് ബാലൻസ് ആവാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ. അവർ അവനവനെ തന്നെ ഒന്ന് ബാലൻസ് ചെയ്തെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ട് ഒരു ബാലൻസ് വരാൻ അവർ ശ്രമിക്കുക, ആഗ്രഹമുണ്ട് അവർക്ക് എന്ന് പറയാം. ഓക്കെ. നിങ്ങളുമായിട്ടും സിറ്റുവേഷൻ ഒന്ന് ബെറ്റർ ആക്കണം എന്ന് എവിടെയോ ഒരു ചിന്ത ഉണ്ട് അവരുള്ളിൽ. ആൻഡ് ഇവിടെ ഏസ് ഓഫ് സോർഡ്സ് പക്ഷേ റിവേഴ്സ് ആണ്. പക്ഷേ അവർക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ല, എങ്ങനെയാണ് ഞാൻ വരിക, എങ്ങനെയാണ് ഞാൻ സംസാരിക്കുക, അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി. ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ ട്രൂത്ത് പറയേണ്ടി വരും, സത്യങ്ങൾ പറയേണ്ടി വരും, അല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് ക്ലാരിറ്റിയോടെ സംസാരിക്കേണ്ടി വരും. അതിനവരിപ്പോൾ തയ്യാറല്ല. ആൻഡ് മാത്രമല്ല ആർഗ്യുമെൻറ്റ് വരുമോ എന്നുള്ളൊരു പേടി. ഓക്കെ. നിങ്ങൾ തമ്മിൽ സംസാരിച്ച് കഴിഞ്ഞാൽ വീണ്ടും ആർഗ്യുമെൻ്റ് ആയാലോ എന്ന രീതിയിലൊരു ഡൗട്ട്. ഓക്കെ. സോ അതുകൊണ്ടും അവർ മേ ബി അല്ലെങ്കിൽ നിങ്ങളോട് വന്നിട്ട് ചില സത്യങ്ങൾ ചിലപ്പോൾ പറയാൻ സാധിക്കില്ല, അതായിരിക്കാം. ഓക്കെ. സോ അങ്ങനെയൊക്കെ ഒരു മൈൻഡ് ക്ലിയർ അല്ല ഇപ്പോൾ അവർക്ക്, ഒരു ആക്ഷനായിട്ട് എടുക്കുന്ന രീതിയിലല്ല കാണുന്നത്. വേണമെന്നുണ്ട്, ഏസ് ഓഫ് സോർഡ്സ് ആണ്. സോ യെസ്, ആക്ഷൻ എടുക്കണമെന്നുണ്ട്, പക്ഷെ അവർക്ക് സാധിക്കുന്നില്ല. ഓക്കെ. ഇപ്പോൾ എല്ലാം ഒരു ക്ലാരിറ്റി ഇല്ലാത്ത രീതിയിലാണ്. ഹൈറോഫന്റ് റിവേഴ്സ് ആൻഡ് 6 of Pentacles റിവേഴ്സ്, എവിടെയോ അവർക്ക് അറിയാം ദറ്റ് അവർ നിങ്ങളോട് ചെയ്തത് തെറ്റായി പോയി എന്നറിയാം അവർക്ക്. ഓക്കെ. ഒരു ഒന്നാമത് നിങ്ങളുടെ ഇടയിൽ ചിലപ്പോൾ
നമ്മൾ പറയില്ലേ, നിങ്ങൾ ഒരു റിലേഷൻഷിപ്പ് തന്നെ സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്യുന്ന തരത്തിലായിരിക്കില്ല. ഓക്കെ, മാരീഡ് വന്നു, ഓക്കെ, മേ ബി നിങ്ങൾ സിംഗിൾ, അവർ മാരീഡ്, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും മാരീഡ് എന്ന സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എനർജീസ് ഉണ്ടാവാം, കൾച്ചർ വേറെ, റിലീജിയൻ വേറെ, പാരൻസ് സമ്മതിക്കുന്നില്ല, പല കാര്യങ്ങളും ആയിരിക്കാം. സോ എവിടെയോ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് തന്നെ ഒരു മറ്റുള്ളവരെ അക്സെപ്റ്റ് ചെയ്യുന്ന രീതിക്കല്ല, അതിൻ്റെ ഒരു കൺഫ്യൂഷനും ഉണ്ട്. ഓക്കെ, എന്ന് മാത്രമല്ല നിങ്ങൾ തമ്മിൽ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആയിരുന്നില്ല എന്നുള്ളതും കാണുന്നുണ്ട്. അതായത് അവർ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് തരേണ്ട രീതിയിൽ സമയം, എനർജി അങ്ങനത്തെ ഒന്നും തന്നിട്ടില്ല. ഓക്കെ, അതും അവർക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, നിങ്ങളോടുള്ള ഫീലിങ്സ് ഒന്ന് എടുത്തേക്കാം. ഓക്കെ, നിങ്ങളോടുള്ള ഫീലിങ്സ് ഇപ്പോൾ എന്താണ് കറൻ്റ്ലി? മൂൺ, കൺഫ്യൂഷൻ, ഡെവിൾ, റിവേഴ്സ്. ഞാനിതിങ്ങനെ വെക്കാം, എനിക്ക് ആക്ച്വലി നോ, ഇറ്റ്സ് ഓക്കെ. 10 of Pentacles upright and 3 of Pentacles reverse and see again same card വന്നുകൊണ്ടു. എവിടെയോ അവർക്ക് അറിയാം എന്നിട്ട് അവർ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട്, നിങ്ങളെ ട്രീറ്റ് ചെയ്തത് ശരിയല്ല എന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയുന്നുണ്ട്. ഇപ്പോൾ അവരുടെ ഫീലിങ്സിൽ കാണുന്നത് കൺഫ്യൂഷനാണ്. അവർക്കൊരു ക്ലാരിറ്റി അവർക്ക് തന്നെ കിട്ടുന്നില്ല. കൺഫ്യൂസ്ഡ് മൈൻഡാണ്. എന്താണ് ഇവിടെ ചെയ്യേണ്ടത്, എന്താണ് വേണ്ടത് എന്ന് അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഓക്കെ, ഒരുപാട് നിങ്ങളെ റെസ്പെക്റ്റ് ഉണ്ട്, ഇല്ല എന്നല്ല. നിങ്ങളെ കാണുന്നത് ശരിക്കും ഒരു എംപ്രസ് എനർജിയാണ്. പക്ഷേ അവർക്കറിയാം എന്നിട്ട് അവർ നിങ്ങളോട് ചെയ്തത് ശരിയായിട്ടില്ല എന്നുള്ളവർക്ക് നന്നായിട്ട് അറിയാം. ഇവിടെ 9 of Swords എനർജി ഉണ്ട്. സോ അവർ കൺഫ്യൂഷൻ, അവരുടെ മൈൻഡിൽ ഓക്കെ രാത്രിയൊക്കെ നിങ്ങളെക്കുറിച്ച് ഓർത്ത് ചിന്തിച്ച് അവർക്കൊരു ടെൻഷൻ വരുന്നുണ്ട്. നിങ്ങളോട് ചെയ്ത് തെറ്റായി പോയി എന്നുള്ള റിഗ്രറ്റ് ഉണ്ട്. മൂൺ എനർജിയാണ്, ഡെവിൾ എനർജി റിവേഴ്സ് ആണ് വന്നത്. സോ യെസ്, അവർക്ക് ആ ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ പുറത്ത് വരണം എന്ന ആഗ്രഹമുണ്ട്. അവർ ടോക്സിക് ആയിട്ട് അവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ചില ബിഹേവിയേഴ്സിൽ നിന്ന് അവർക്ക് പുറത്ത് വരണം എന്ന ആഗ്രഹമുണ്ട്. 10 of Pentacles ആണ് ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട് ഒരു ഫാമിലി പോലെ വേണം എന്ന രീതിക്കൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. അവർ അതായത് ഒരു സ്റ്റേബിളായിട്ട് ഫാമിലി എന്ന രീതിക്കാണ്, ലോങ് ടേം റിലേഷൻഷിപ്പ് വേണം എന്നാണ് അവർ ചിന്തിക്കുന്നത്. നിങ്ങളെ വിട്ട് കളയാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ അവർക്ക് തോന്നുന്നത് ദാറ്റ് നിങ്ങൾ തമ്മിൽ ഇത് ശരിയാക്കാൻ പറ്റില്ല, നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യില്ല, മേ ബി നിങ്ങൾ അവരോട് സഹകരിക്കില്ല എന്ന രീതിക്ക് ഒരു ചിന്തയുണ്ട്. കാരണം അവർ ചെയ്ത തെറ്റുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് 6 of Pentacles റിവേഴ്സ് ആവുന്നിരിക്കുന്നത്. അവർ നിങ്ങളോട് ഈക്വലായിട്ട് ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടായിട്ടില്ല, അതവർക്കറിയാം. ഓക്കെ, സോ ആ ഒരു തിരിച്ചറിവ് അവരുള്ളിൽ, അവരെ കുറച്ചൊരു സെൽഫിഷ് ആയിപ്പോയി. അവർ നിങ്ങളുടെ അടുത്ത് സെൽഫിഷ് ആയിട്ടാണ് ബിഹേവ് ചെയ്തത്. ആൻഡ് അതിൽ നിന്നൊക്കെ അവർക്ക് പുറത്ത് വരണം എന്നുള്ള ആഗ്രഹമുണ്ട്. അവർക്ക് കുറ്റബോധമുണ്ട്, നല്ലോണം നല്ല റിഗ്രറ്റ് ഉണ്ട് ഇവിടെ. Nine of Cups. നിങ്ങൾ അവരെ Queen of Cups. ഞാൻ ജസ്റ്റ് ലാസ്റ്റ് എന്തെങ്കിലും ഒരു കാർഡ് എന്ന രീതിക്ക് ഞാൻ എടുത്തതാണ്. ഓക്കെ, അവർ നിങ്ങളോട് ന്യായം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. യൂണിവേഴ്സായിട്ട് അവരെ പുഷ് ചെയ്യും. ഓക്കെ, ദാറ്റ് ഒരു ഒരു കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ, ഒന്ന് ചിന്തിക്കാൻ, പാസ്റ്റിനെ കുറിച്ച് ചിന്തിക്കാൻ, അവർ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ചിന്തിക്കാൻ യൂണിവേഴ്സ് അവരെ പ്രേരിപ്പിക്കും. ഓക്കെ, യൂണിവേഴ്സ് അവർക്ക് ആ റിഗ്രറ്റ് തന്നെ, അവരുള്ളിലുള്ള ആ റിഗ്രറ്റ് അവരെ പുഷ് ചെയ്യും. ദാറ്റ് ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം എന്ന രീതിയിൽ. ഇതിപ്പോൾ ആ ഒരു സമയമാണ്. ഓക്കെ, അവർക്ക് റിയലൈസേഷൻസ് വരുന്ന സമയമാണ്. ആൻഡ് ഇവിടെ നിങ്ങളെ കാണുന്നത് ക്വീൻ ഓഫ് കപ്സ് എനർജിയാണ്. സോ അഗൈൻ നിങ്ങളോട് വളരെയധികം സ്നേഹം ഫീൽ ചെയ്യുന്നുണ്ട്. വിഷ് ഫുൾഫിൽമെൻ്റ് ആയിട്ടാണ് നിങ്ങളെ കാണുന്നത്. ഓക്കെ, യെസ്, ഫീലിങ്സിൽ വളരെ സ്ട്രോങ് ഫീലിങ്സ് ആണ് വന്നിട്ടുള്ളത്. ആൻഡ് അവർക്ക് തിരിച്ചറിവ് വരും എന്നുള്ളതും നമുക്ക് കാണുന്നുണ്ട്. ഓക്കെ, സിറ്റുവേഷൻ, സാഹചര്യങ്ങൾ, ചിലവർക്ക് പ്രോബ്ലംസ് ഉണ്ട്, ചിലവർക്ക് തേർഡ് പാർട്ടി ഉണ്ടാവാം, ഓരോരുത്തർക്ക് ഓരോന്നായിരിക്കും. ബട്ട് അവർ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം വളരെ ജെന്യുവനായിട്ട് തന്നെയാണ്. ഫാമിലി, ഞാൻ നേരത്തെ 10 of Pentacles വന്നത്. ഓക്കെ, യെസ്, അവർ നിങ്ങളെ ഫാമിലി ആയിട്ടാണ് കാണുന്നത്. അല്ലെങ്കിൽ ഒരു ഫാമിലി വേണം, നിങ്ങൾ തമ്മിൽ മാരേജ് വേണം, അല്ലെങ്കിൽ ഒന്നിച്ച് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, ഒരുപാടുണ്ട്. ഓക്കെ, ലെറ്റ്സ് സീ. ഫോർസൈറ്റ്, പെയിൻ, വിച്ച് ക്രാഫ്റ്റ്. ഓക്കെ, ഡെവിൾ എനർജി നമുക്ക് അങ്ങനെ എടുക്കാം അല്ലേ. ഓക്കെ, ഗാമ്പിൾ, ഗെറ്റ് അവേ, decision. One more please. Obsession, past. See, നിങ്ങൾ ഇപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കുറച്ച് സമയം, ഐ ഡോണ്ട് നോ, ഇത് കുറച്ച് ദിവസമായിട്ട് എനർജി ഇങ്ങനെയാണ് ഇപ്പോൾ വരുന്നത്. നിങ്ങൾ തമ്മിലൊരു വളരെ സ്ട്രോങ് ആയിട്ട് എന്തെങ്കിലും സംഭവിച്ചായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സംവേർ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. there is history, past. See, there is history. It happened, left behind, looking back. Okay, നിങ്ങൾ തമ്മിൽ ഒരു ഹിസ്റ്ററി ഉണ്ടായിട്ടുണ്ട്. ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ഒരുപാട് പഴയ കാര്യമൊന്നുമല്ല. ഇപ്പോൾ കുറച്ച് ദിവസത്തിൻ്റെ ഇടയിൽ നിങ്ങൾ തമ്മിൽ ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു പെയിൻഫുൾ എൻഡിങ് എന്ന രീതിക്ക്. ഓക്കെ, ഇവിടെ പെയിൻ ഉണ്ട്. സോ യെസ്, ഒരു എൻഡിങ് സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേദനയുണ്ട്, പേഴ്സണിനും ഉണ്ട്, വിഷമമുണ്ട്, റിഗ്രറ്റ് ഉണ്ട് അവർക്ക് തീർച്ചയായിട്ടും. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ഇൻ ദ ഫ്യൂച്ചർ, ഫ്യൂ ഡേയ്സ് ടു ഫ്യൂ വീക്സ്, ഫ്യൂ മന്ത്സും ആവാം. ഡയറക്ഷൻ ഫോർവേഡ്. നിങ്ങളുടെ പേഴ്സൺ ഒരു തീരുമാനം എടുക്കാൻ ശ്രമിക്കും. ആക്ച്വലി ഞാൻ പറഞ്ഞ ജഡ്ജ്മെൻറ്റ്, അവരുടെ മുമ്പിൽ ഒരു തീരുമാനത്തിൻ്റെ സമയം വന്നിട്ടുണ്ട്. അവർ
അവർ ചിന്തിക്കുന്നുണ്ട്, അവർ അനലൈസ് ചെയ്യുന്നുണ്ട് അവനവനെ. ഓക്കെ, അവർ ചെയ്ത തെറ്റുകൾ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുണ്ടായ സിറ്റുവേഷൻസ് എല്ലാം അവർ ചിന്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു തീരുമാനം എടുക്കുന്ന സമയം വരും. ഓക്കെ, ഇവിടെ 2 വഴി എന്ന രീതിക്കാണ് കാണുന്നത്. സോ അവരൊരു ചോയ്സ്, തീരുമാനം അവരെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പെയിൻ ഉണ്ട്, യെസ്, അവർ ഒരല്പം ആ ഒരു വേദന അവർക്കും ഉണ്ട്. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾ തമ്മിൽ എൻഡിങ് വന്നിട്ടുണ്ടെങ്കിൽ അവർക്കും വേദനയുണ്ട്, വിഷമമുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് ഇവിടെ വിച്ച് ക്രാഫ്റ്റ് കാണുന്നുണ്ട്. ഡെവിൾ എനർജി നമുക്ക് അങ്ങനെ എടുക്കാം. നിങ്ങൾ തമ്മിൽ ആരെങ്കിലും സെപ്പറേറ്റ് ചെയ്യാൻ ശ്രമിച്ചതായിരിക്കാം. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഒരു അസൂയ ആയിരിക്കാം. ഓക്കെ, ചിലപ്പോൾ ജലസി, അങ്ങനത്തെ കാര്യങ്ങൾ കണ്ണുതട്ടൽ അതുമായിരിക്കാം. അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങൾ തമ്മിൽ ശരിക്കും സെപ്പറേറ്റ് ആക്കാൻ വേണം വെച്ച് ശ്രമിച്ചതും ആവാം. എല്ലാവർക്കും അല്ല, ബ്ലാക്ക് മാജിക് എന്നൊരു എനർജി കുറച്ച് വരുന്നുണ്ട്. സോ മേ ബി അങ്ങനെയാവാം. ഓക്കെ, സോ ഇതിന് പ്രൊട്ടക്ഷൻ ഇപ്പോൾ നമുക്ക് ചെയ്യാൻ ഇപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. നിങ്ങൾ ഉപ്പിട്ട് കുളിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക, പ്രാർത്ഥിക്കുക നന്നായിട്ട്, അത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, അത് വേറൊന്നും നിങ്ങൾ ചെയ്യാൻ നിൽക്കരുത്. ഓക്കെ, തെറ്റായി പോവും. സോ വിട്ട് കളഞ്ഞേക്കുക, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അത്രയേ ഉള്ളൂ. ഗാമ്പിൾ കാണുന്നുണ്ട്. ടേക്കിംഗ് ആ റിസ്ക്, പോക്കർ ഫേസ്. നിങ്ങളുടെ പേഴ്സണിന് ഫീലിങ്സ് ഉണ്ട്, അവർക്ക് റിസ്ക് എടുത്തിട്ടായാലും മുന്നോട്ട് വരണം എന്ന ആഗ്രഹമുണ്ട്. പക്ഷേ ഒരു ചെറിയൊരു ഡൗട്ട് തരും, നിങ്ങൾ സ്വീകരിക്കുമോ എന്നുള്ളതായിരിക്കാം. ഓക്കെ, എവിടെയോ നിങ്ങൾ തമ്മിൽ ഒന്നിച്ച് ഒരു യാത്ര പോവുക, നിങ്ങൾ ഒന്നിച്ച് ഒരു ആക്ച്വലി റൺ അവേ ടുഗെദർ എന്നൊക്കെ ആയിരിക്കണം. നിങ്ങൾ തമ്മിൽ കുറച്ച് സമയങ്ങൾ സ്പെൻഡ് ചെയ്യുക, വീണ്ടും ഒന്ന് അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് വരാൻ ശ്രമിക്കുക എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. ഡിസിഷൻ അഗൈൻ റോങ് റീസൺ, കോൺടംപ്ലേറ്റിംഗ്, സ്റ്റേ ഓർ ലീവ്. ഇവിടെ കൺഫ്യൂഷൻ വരുന്നുണ്ട്. നിങ്ങൾക്കുണ്ട് കൺഫ്യൂഷൻ, നിങ്ങളുടെ പേഴ്സണിനും കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട്. ഈ റിലേഷൻഷിപ്പിൽ മുന്നോട്ട് വേണോ വേണ്ടേ എന്നുള്ള ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെ വന്നു, ചില സിറ്റുവേഷൻസ് വന്നു, ചില വാക്ക് തർക്കങ്ങൾ ഉണ്ടായി, ചില കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ പരസ്പരം പറഞ്ഞു കാണും, ചില സിറ്റുവേഷൻസ് ഉണ്ടായി കാണും. സോ ഒരു ഡിസിഷൻ സമയമാണ്, ജഡ്ജ്മെൻറ്റ് സമയമാണിപ്പോൾ. ഓക്കെ, ചില കാര്യങ്ങൾ അവർ ആലോചിച്ച് തീരുമാനം എടുക്കാനുണ്ട്. ആൻഡ് ഒബ്സഷൻ കാണുന്നുണ്ട്, ഹോൾഡിങ് ഓൺ. ശരിക്കും അവർ നിങ്ങളെ വിട്ടൊന്നും കളയുന്നില്ല. അവർക്ക് നിങ്ങളോട് എവിടെയോ അറ്റാച്ച്മെൻറ്റ് ഇപ്പോഴും ഉണ്ട്. നിങ്ങളെ ഒരിക്കലും അവർ വിട്ട് കളയുന്നില്ല. ആങ്സൈറ്റി ഉണ്ട് അവർക്ക്. ഓക്കെ, നിങ്ങൾ വിട്ടു പോവോ എന്നുള്ള പേടിയുണ്ട് അവർക്ക്. ഓക്കെ, സോ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് ചില മെസ്സേജസ് ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ ചില സമയത്തൊക്കെ. പക്ഷെ ഒരു അടുപ്പം ചിലപ്പോൾ ഫീൽ ചെയ്തു എന്ന് വരില്ല. ബട്ട് എന്നാലും ഈ റിലേഷൻഷിപ്പ് എൻ്റെ ആയിട്ടില്ല. ഇത് മുന്നോട്ട് ഇനിയും മാറ്റങ്ങൾ വരും, ചേഞ്ചസ് വരും. ഓക്കെ, ഇപ്പോൾ തൽക്കാലം അവർ കുറച്ച് റിഗ്രറ്റിൻ്റെ ഒരു എനർജിയാണ്. ചില കാര്യങ്ങൾ അവർ തിരിച്ചറിയേണ്ട സമയമാണ്. സോ നിങ്ങൾക്കുള്ള അഡ്വൈസായിട്ട് ഞാൻ എടുത്തില്ല. ഐ തിങ്ക് ഞാൻ എപ്പോഴും പറയുന്ന കാര്യം ഒന്നേ ഉള്ളൂ, നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുക, അവനവനെ കെയർ ചെയ്യുക, അവനവനെ സ്നേഹിക്കുക. ഓക്കെ, നിങ്ങളുടെ സെൽഫ് ലവിൽ നിങ്ങളിരിക്കുക. ആക്ച്വലി യെസ്, പേഴ്സൺ നിങ്ങളോട് വളരെയധികം സ്നേഹം തന്നെയാണ്, ഫീലിങ്സ് ആണ്, അവർ തിരിച്ചു വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങളെ തന്നെ കെയർ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, സോ ഇപ്പോൾ തൽക്കാലം റിലാക്സ് ചെയ്യൂ, റെസ്റ്റ് ചെയ്യൂ. കൂടുതൽ ആലോചിച്ച് മനസ്സിനെ ഒരുപാട് കുഴപ്പിക്കാൻ നിൽക്കണ്ട. ടെൻഷനില്ലാതെ ടെൻഷനൊക്കെ ഉണ്ടാവും, എനിക്കറിയാം. ഓക്കെ, കുറച്ച് കാത്തിരിക്കുക, സമാധാനത്തിലിരിക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.